പ്രിയമുള്ള കലാസ്നേഹികളെ, ഞാൻ കാർത്തികൻ ഷാജി. 1984 ഞാൻ കഥാപ്രസംഗ രംഗത്തേക്ക് കടന്നു വരുന്നത്. കഥാപ്രസംഗ രംഗത്ത് ഞാൻ കടന്നു വരുന്നത് എന്ന് പറയുന്നത് ശരിയല്ല, എന്നെ കടത്തിക്കൊണ്ടുവന്നത്. ഒരിക്കലും ഒരു കഥാപ്രസംഗം ചെയ്യാനുള്ളൊരു ശാരീരികമായ അവസ്ഥയുള്ള ഒരാളല്ല ഞാൻ. ഏകദേശം 80% വൈകല്യമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ഒരാളാണ്. പക്ഷേ എങ്കിലും 84 മുതൽ 94 വരെയുള്ള നീണ്ട 10 വർഷം വളരെ മനോഹരമായി സ്റ്റേജുകളിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ എന്ന കാര്യത്തിൽ അഭിമാനമുണ്ട്. കഥാപ്രസംഗ കലാവേദിക്ക് ഞാൻ എന്തെങ്കിലും പ്രത്യേകമായി സംഭാവന ചെയ്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ കഥാപ്രസംഗ കലാപരിപാടികൾ മോശപ്പെട്ടിട്ടില്ല എന്നെനിക്ക് പറയാൻ കഴിയും. അത് സഹൃദയന്മാരുടെ ആ സ്വീകരണവും അന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള ആദരവും ഒക്കെ വെച്ച് ഞാൻ പറയുകയാണ്. ഞാൻ വീണ്ടും കഥാപ്രസംഗ രംഗത്തേക്ക് വരികയാണ്. നീണ്ട 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2004 ഞാൻ കഥാപ്രസംഗം അവസാനമായി പറഞ്ഞ് നിർത്തുന്നത് കല്ലറയുള്ള ഒരു ക്ഷേത്രത്തിൽ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായി ഏകദേശം 200ഓളം സ്റ്റേജുകളിൽ കഥ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അന്നൊരു പക്ഷേ ചാനലുകളുടെയോ മറ്റോ ശ്രദ്ധ കിട്ടാത്തതുകൊണ്ടാകാം ഞാൻ അറിയാതെ പോയത്. മാത്രമല്ല, കഥാപ്രസംഗം കേരളത്തിൽ പിന്നെ വളരെ പതിയെ കുറഞ്ഞു പോയി എന്നുള്ളത് ഒരു വലിയ നഗ്ന സത്യമാണ്. സ്റ്റേജുകളിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നുള്ള സത്യമാണ്. പിന്നെ എൻ്റെ ശാരീരിക പരിമിതികൾ വെച്ചുകൊണ്ട് എനിക്ക് കഥാപ്രസംഗത്തെ മുന്നോട്ട് നയിക്കാൻ എനിക്കും കഴിയാതെ പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ വരുന്ന ഓണം സീസൺ മുതൽ അങ്ങോട്ട് ഉത്സവ സീസണുകളിലേക്ക് ഞാനൊരു കഥയുമായി നിങ്ങളെ സമീപിക്കുകയാണ്. അത് ഞാൻ ഇതിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. എനിക്ക് വീണ്ടും കഥാപ്രസംഗ രംഗത്തേക്ക് വരാൻ വളരെയധികം താല്പര്യമുണ്ട്. ഒരു കഥ പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ റിഹേഴ്സൽ കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും നിങ്ങളിൽ നിന്നും ഞാൻ സ്റ്റേജുകൾ പ്രതീക്ഷിക്കുന്നു. ഈ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ഈ കലാകാരനെ നിങ്ങൾ സ്വീകരിക്കും, വീണ്ടും സ്റ്റേജുകളിൽ എത്തിക്കും എന്ന പരിപൂർണ വിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ഈ വീഡിയോ സമർപ്പിക്കട്ടെ. അഭിവാദനങ്ങൾ.